കേരളനാട് വള്ളുവനാട് താലൂക്കിൽ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാരിയൻകുന്നന്റെ സ്മാരകം നിർമ്മിക്കാൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭാ സമിതി ജില്ലാ പഞ്ചായത്ത് നിർലജ്ജം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് മാത്രമല്ല മനുഷ്യത്വത്തോട് മുഴുവനുമുള്ള വെല്ലുവിളിയാണ്. ചരിത്രത്തെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് ബെഞ്ചമിൻ മൊളായിസിന്റേതായിട്ട്. വേട്ടയാടപ്പെടുന്നവർ ചരിത്രം എഴുതുന്നവരെ ചരിത്രം എപ്പോഴും വേട്ടക്കാരുടേതായിരിക്കും എന്നതാണ് ആ ചൊല്ല്. വേട്ടയാടപ്പെടുന്നവരുടെ നിലവിളിയും വേട്ടയാടപ്പെട്ടവരുടെ ആക്രമണങ്ങളും അവരുടെ ചുടുനിശ്വാസങ്ങളും അവരുടെ പ്രലോഭനങ്ങളും കേൾക്കാൻ അധികാര കേന്ദ്രങ്ങൾക്ക് കാതില്ലാത്ത സാഹചര്യമാണ് ഈ കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചകൾ പങ്കെടുക്കുന്നവരെല്ലാം ഖിലാഫത്ത് ലഹള, ഖിലാഫത്ത് സമരം ആരംഭിച്ചത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ്. എങ്കിലും അതിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, ചില വഴിതെറ്റലുകൾ ഉണ്ടായിട്ടുണ്ട്, ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അരുതാത്ത ചിലത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ മതേതര നാട്യക്കാരും കലാപകാരികളുടെയും ജിഹാദികളുടെയും വോട്ട് മോഹിച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുമെല്ലാം ഇപ്പോൾ പാതി സമ്മതം മൂടിയിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഈ വഴിവിളക്കൽ? ഉണ്ടായ സംഭവം എന്താണ്? എങ്ങനെയാണ് ഇത് സ്വാതന്ത്ര്യ സമരം അല്ലാതായി മാറിയത് എന്നതിനെ കുറിച്ച് പറയാനുള്ള നട്ടല്, ആർജവം, പ്രാണി ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിലാഫത്ത് സമരം സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ആദ്യമായി മറുപടി പറയേണ്ട കാര്യം ഖിലാഫത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ ഖിലാഫത്ത് എന്ന പേരെന്താണ്? എന്തിനാണ്? ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇവിടെ ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. 1857 സമരത്തെ തുടർന്ന്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1855 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം 1920 മഹാത്മജിയുടെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം വളരെ ശക്തമായി ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ടായിരുന്നല്ലോ. നിസ്സഹരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. ഖിലാഫത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ഈ നാടുമായി ബന്ധപ്പെട്ടുള്ളതാണോ? ഭാരതവുമായി ബന്ധമുള്ളതാണോ? അത് ഈ രാജ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി എന്നതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഖലീഫ സ്ഥാനം അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ആ സ്ഥാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലോക മുസ്ലിങ്ങൾ പാൻ ഇസ്ലാമിക് മൂവ്മെന്റായി ആഗോളതലത്തിൽ ആരംഭിച്ച അവരുടെ മതപരമായ ഒരു സമരമാണ് ഖിലാഫത്ത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഖലീഫയുടെ സ്ഥാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് തുർക്കിയെ, അതും ഇന്ത്യയുമായി എന്താണ് ബന്ധം? നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി എന്താണ് ബന്ധം? അതെങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തുന്നത്? അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യവുമായി, സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിങ്ങളുടെ തീർത്തും മതപരമായ ഒരു ആവശ്യത്തെ, അതിന്റെ പേരിൽ നടന്ന ഈ കലാപത്തെ എങ്ങനെയാണ്, ഈ കൂട്ടക്കൊലയെ എങ്ങനെയാണ്, ഈ വംശഹത്യയെ എങ്ങനെയാണ്
സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കെട്ടുന്നത് എന്തിനാണ് നിങ്ങളെങ്ങനെ ശ്രമിക്കുന്നത്? നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ഇത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് തങ്ങളുടെ വീടെത്തിക്കിരയാക്കിയപ്പോൾ ഒന്ന് ചുടുശ്വാസം നെടുനിശ്വാസം ഉയർത്താൻ പോലും സാധിക്കാതെ കത്തിയമർന്നതായ നൂറുകണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളുണ്ട്. എന്ന് പറയുന്ന സ്ഥലത്ത് വാരിയിൽ നിന്നുള്ള നേതൃത്വത്തിൽ വിചാരണ നടത്തിയിട്ട് വിചാരണ നടത്തുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? കുളിച്ചു വരാൻ പറയാണ്. വന്നിട്ട് ചോദിക്കുന്നത് ദീനിൽ ചേരുന്നോ ഇംഗ്ലണ്ടിൽ പോകുന്നോ? പാവങ്ങളെ വിചാരിച്ചത് ദീനിൽ ചേരുന്നോ എന്നുള്ളത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റി വയ്ക്കുന്നുണ്ടായിക്കോട്ടെ. ദീനിൽ ചേരുന്നു എന്ന് പറഞ്ഞ ആളുകളെ അവരെ സുന്നത്ത് ചെയ്ത് മുസ്ലിം വേഷവിധാനങ്ങൾ ധരിപ്പിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം മതപരിവർത്തനം ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ ഇപ്പുറത്ത്, അപ്പുറത്ത് ഇംഗ്ലണ്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രാണനെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു പോയാൽ അവരെ തൊട്ടടുത്തുള്ള കിണറ്റിനടുത്ത് കൊണ്ടുപോയി കുരിച്ചു നിർത്തി തലവെട്ടി ഈ തൂരിലെ കിണറ്റിൽ 43 പേരെയാണ് 43 പേരെയാണ് ഹിന്ദുക്കളെ ആ തൂർ കിണറ്റിൽ വെട്ടി താഴെയിട്ട് കിണറ്റിലിട്ടത്. മരിച്ചും പാതി മരിച്ചും ഞരങ്ങിയും തേങ്ങിയും 3-4 ദിവസം ആ കിണറ്റിൽ നിന്നും ഞരക്കങ്ങളും അലർച്ചകളും കേട്ടു എന്നാണ്. അത് കേട്ട ആളുകൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കെ മാധവൻ നായർ ഹൃദയഭേദകമായ ആ സംഭവം ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന മാധവൻ നായർ അദ്ദേഹത്തിന്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. വ്യത്യസ്തമായ ഭാഷ്യങ്ങൾ മലബാർ കലാപവുമായി മാപ്പാളാളുമായി വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും സമ്മതിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതൊന്നാണ് തൂർ കിണറിലെ ആ 43 ആളുകളെ 43 ഹിന്ദുക്കളെ എല്ലാ ജാതി വിഭാഗത്തിലും വിട്ട് 43 ഹിന്ദുക്കളെ തലവെട്ടി കിണറ്റിലിട്ട ആ സംഭവം. അതാണോ സ്വാതന്ത്ര്യ സമരം? 3 മുസ്ലിങ്ങളുടെയും തലവെട്ടിയിട്ടുണ്ട്. വാരിയമ്മന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരെ തങ്ങളുടെ അയൽവാസികളായ ഹിന്ദുക്കളെ കൊല്ലരുതേ എന്ന് കേരളപേക്ഷിച്ച കുറ്റത്തിലാണ് ആ മുസ്ലിങ്ങളുടെയും തലവെട്ടി ഈ കിണറ്റിലിട്ട് 10,000-ത്തിലധികം ആളുകൾ, കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ ഒരു പ്രതിഷേധം പോലും ഉയർത്താതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1921 ആഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ 22 ജനുവരി 20 വരെയുള്ള ഈ കലാപങ്ങൾ നടക്കുന്നതിനിടയിൽ ഹിന്ദുക്കൾ തിരിച്ചടിച്ച് ഹിന്ദുക്കളുടെ പ്രത്യാക്രമണത്തിൽ എത്ര മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്? ഹിന്ദുക്കളുടെ പ്രത്യാക്രമണത്തിലും ഹിന്ദുക്കളുടെ തിരിച്ചടിയിലും ആരും കൊല്ലപ്പെട്ടിട്ടില്ല. ആകെ ഇവിടുന്ന് ഒരു സെറ്റ് കണ്ണൂരിലേക്ക് വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ മട്ടന്നൂർ തങ്ങൾ എന്ന് പറഞ്ഞ അവരുടെ വീടാക്രമിച്ച് 17 പേരെ കൊലപ്പെടുത്തി. എന്നിട്ട് 200 പേരടങ്ങുന്ന സംഘം ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കല്യാട്ട ശവാനന്റെ ആ വലിയ തറവാട് ആക്രമിക്കാൻ വേണ്ടി പോയപ്പോ കല്യാട്ട് തറവാട്ടുകാരും അവിടുത്തെ നാട്ടുകാരും കൂടി നടത്തിയ തിരിച്ചടിയിൽ 18 മുസ്ലിങ്ങളെ ഇവിടുന്ന് പോയ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹിന്ദുക്കളെ കണ്ണൂരിൽ നിന്ന് കിട്ടിയ ആ തിരിച്ചടിയാണ് ആകെ ഉണ്ടായ ഒരു തിരിച്ചടി. ഇവിടെയെല്ലാം ഏകപക്ഷീയമായിരുന്നു. ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. എല്ലാവരും കഴുത്തു നീട്ടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ മാൻപേടകളെയും മുയലുകളെയും പോലെ എല്ലാം വിധിയെന്ന് കരുതി സഹിച്ച് വശായി
ഈ ജിഹാദികളുടെ കൊലക്കത്തിക്കും വാളിനും അവരുടെ മാരകമായ ആയുധ പ്രയോഗത്തിനും ഇരയായിട്ട് മരിച്ച ആ 10,000-കണക്കിന് ആളുകൾ അവരുടെ കുഴിമാടങ്ങൾ, ആ കുഴിമാടങ്ങളിൽ നിന്ന് വരുന്ന ആത്മാക്കളുടെ പ്രലപനങ്ങളെങ്കിലും കേൾക്കാനുള്ള ചെവി ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരവർഗത്തിനുണ്ടായില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതുപോലെ കൊലയാളികൾക്കൊരു വലിയ സ്മാരകം കെട്ടിപ്പൊക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരോട് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചരിത്രത്തെക്കുറിച്ചുള്ള വേറൊരു ചരിത്രത്തിൽ നിന്നും നാം പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്നാമൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് ചരിത്രത്തെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട്. ചരിത്രത്തിൽ നിന്നും നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഹിന്ദുക്കളുടെ ചോരയും ഹിന്ദുക്കളുടെ കണ്ണീരും ഹിന്ദുക്കളുടെ വിശ്വാസവും ഹിന്ദുക്കളുടെ പ്രാണസ്പന്ദവുമെല്ലാം കുഴച്ചുരുട്ടിയുണ്ടാക്കി 1526 അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രം തകർത്ത് അവിടെ ഇതുപോലെ ഒരു സ്മാരകം കെട്ടിപ്പൊക്കിയിരുന്നു. പക്ഷേ ഒരു ഡിസംബർ 6-ാം തീയതി അങ്ങനെ ഹിന്ദുക്കളുടെ ചോരയും കണ്ണീരും കുഴച്ച് കെട്ടിപ്പൊക്കിയ കിരാത ഭരണത്തിന്റെ, മർദ്ദക ഭരണത്തിന്റെ, മതവെറിയുടെ, ജിഹാദിസത്തിന്റെ ആളുകൾ കെട്ടിയുയർത്തിയ ആ കെട്ടിടം ഒരു 5 നൂറ്റാണ്ടിനകം പകർന്നു താഴെ വീണ ചരിത്രം ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, അത് ഈ നാടിന്റെ ആത്മാഭിമാനത്തിന്റെയും സ്വത്വബോധത്തിന്റെയും ആത്മപ്രഹർഷത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പായി ഇന്ന് ലോകം മുഴുവനും അംഗീകരിച്ച വസ്തുതയാണ്. അതുകൊണ്ട് ഭരണാധികാരികൾ അവരുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണം. ഇപ്പോൾ പറയുന്നത്, വലിയ പ്രചരണം നടക്കുന്നത് വാരിയൽ ഉൾപ്പെടെയുള്ള 350-ലധികം ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. അത് വലിയ ഒരു പാതകമാണ്. ആദ്യം പറയേണ്ടത് നിലാവത്ത സമരം സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നതാണ്. അപ്പൊ പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണെന്നാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള സമരമെല്ലാം സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയിരുന്നു, സ്വാതന്ത്ര്യ സമരമാണോ? പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയ യുദ്ധം നടന്നിരുന്നു, പോർച്ചുഗീസുകാരുടേത് സ്വാതന്ത്ര്യ സമരമാണോ? ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടായിരുന്നു, ആ സമരമെല്ലാം സ്വാതന്ത്ര്യ സമരമാണോ? ഇതെല്ലാം സ്വാതന്ത്ര്യ സമരമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ഇതൊരു മതപരമായ സമരം പോലുമല്ല, മതപരമായ മുദ്രാവാക്യം ഉയർത്തി നടത്തിയ സമരമാണ്. പക്ഷെ ഇവിടെ കൊണ്ടോട്ടി തങ്ങളുണ്ട്. ഈ ഏറനാടിന്റെ പരിസരത്ത് തന്നെയാണല്ലോ കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടി തങ്ങളും അതുപോലെ നിരവധി ആത്മീയ നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് അനാവശ്യമായ സമരമാണ്. ഇത്തരമൊരു സമരത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊലയുന്നത് അന്യായമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റൊരിടത്ത് ഇതുപോലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത് വഴിതെറ്റിയിട്ട് അക്രമാസക്തരായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ അക്രമാസക്തരായിട്ട് അവരൊരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടുണ്ട്. ചില പോലീസുകാർ
ആ തീവപ്പിൽ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചൗരിദേവ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ചില പോലീസുകാർ കൊന്ന സംഭവമായിട്ടാണ് ഈ 10,000-ത്തിലധികം ആളുകളെ കൂട്ടക്കുരുതി നടത്തിയ സംഭവത്തെ അവർ ഉപമിക്കുന്നത്. ചില സംഭവങ്ങളുണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന കെ.എൻ. മണിക്കർ എഴുതിയ, മാർക്സിസ്റ്റുകാർ എഴുതിയ കലാപ സംബന്ധമായ പുസ്തകം തൊട്ട് മോഴിക്കുന്നത്ത് ബ്രഹ്മോത്തം നമ്പൂതിരിപ്പാട് തൊട്ട് മാധവൻ നായർ തൊട്ട് ഇപ്പോ പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ, അങ്ങനെ ഒരു 10-40ഓളം പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലെല്ലാം പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വാര്യംകുന്നന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്തു. തല വെട്ടിയെടുത്തിട്ട് ആ തല വാരിക്കുമ്പത്തിന്റെ മുകളിൽ പിടിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് മഞ്ചേരി വരെ, അവിടെ വേറൊരു നേരമുണ്ടായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ. ആ സർക്കിൾ ഇൻസ്പെക്ടറെ കൊന്ന് ഇതുപോലെ തല വെട്ടിയെടുത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് നടക്കാം. ഈ സംഭവം എല്ലാവരും കണ്ടതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എന്തായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള വാര്യംകുന്നന്റെ പകയ്ക്ക് കാരണം? അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് ഈ വാര്യംകുന്നനെയും വാര്യംകുന്നന്റെ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരവധി ഹിന്ദു കൂട്ടക്കൊല എന്ന കാരണത്താൽ ഇവിടുന്ന് നാട് കടത്തിയിരുന്നു. മക്കയിലേക്ക് കൊണ്ടുപോയി ചില പറയുന്നു ഈരാറ്റുപേട്ടയിലായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. എവിടെയാകട്ടെ, ഇവിടുന്ന് നാട് കടത്തിയിരുന്നു. കാരണം നിരന്തരമായ ഹിന്ദു കൂട്ടക്കൊല നാട് കടത്തി. അങ്ങനെ നാട് കടത്തി എന്ന കുറ്റമാണ്, അഥവാ അതിനെ പിന്തുണച്ചു എന്ന കുറ്റമാണ്, ആ കുറ്റം ചുമത്തിയാണ് ഒരു മനുഷ്യന്റെ തല വെട്ടിയെടുത്ത് വാരിക്കുമ്പത്തിൽ പിടിപ്പിച്ച് എത്രയോ കിലോമീറ്റർ പരസ്യമായി നടക്കുന്ന 100 കണക്കിന് അനുയായികളുടെ നേതൃത്വത്തിൽ വാളും കുമ്പും തോക്കുമായി ഈ പ്രാകൃതമായ കാര്യം ചെയ്ത ആൾക്കുള്ള സ്മാരകമാണ് ഇവിടെ ഉയർത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിനെല്ലാം ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഇതിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളെ ബലാത്സംഗം ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ? 1921 ആഗസ്റ്റ് മാസം 20-ാം തീയതി ഇവിടെ അതിനു മുമ്പ് തന്നെ നടന്ന ലഹളകളുടെ 100-ലധികം ലഹളകൾ, അത് ഏറനാട് വെള്ളുവനാട് താലൂക്കുകളിൽ നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ടിപ്പുവിന്റെ പടയോട്ടം ഉണ്ടായിട്ടുണ്ട്, ഹൈദറിന്റെ പടയോട്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മലപ്പുറത്തെ മണ്ണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമായത്? അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നില്ല. ഇതിൽ വളരെ കൂടുതൽ പേർ ഭയപ്പെട്ട് മതം മാറിയവരാണ്. വാള് കാണിച്ച് ഭയപ്പെടുത്തി മതം മാറ്റിയവരാണ്. പ്രലോഭനം കൊണ്ട് മതം മാറിയ ചില ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷവും ഈ അക്രമികളുടെ വാളിന്റെയും കുണ്ടത്തിന്റെയും ഭീഷണിയിൽ മതം മാറിയവരാണ്, മതം മാറ്റപ്പെട്ടവരാണ്. സ്വമേധയാ മതം മാറിയവരൊന്നുമല്ല. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായത് എന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തെ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പൂർവികന്മാർ അവരെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയിട്ടവരാണ്. പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മതം മാറ്റം നടത്തേണ്ടി വന്നവരാണ് എന്നതല്ലേ ചരിത്രം?
ഒരുപക്ഷെ വാര്യമുതിനെ പോലെയുള്ള ആളുകളും അവരുടെ പൂർവികന്മാര് അവരും ഇതുപോലെ തന്നെ മതപരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരവശേഷിക്കുന്ന ഹിന്ദുക്കളെയും മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആഗസ്റ്റ് മാസം 20-ാം തീയതി തോമസ് എന്ന് പറയുന്ന അന്നത്തെ കലക്ടറുടെയും കിക്കോക്ക് എന്ന് പറയുന്ന SP-യുടെയും നേതൃത്വത്തിൽ ഇവിടെ സംഘർഷപൂരിതമായ അന്തരീക്ഷമായതുകൊണ്ട് കലാപത്തിന് നേതൃത്വം ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ചിലരെ കസ്റ്റഡിയിലെടുക്കാനും ഒന്നാണ് സംഭവത്തിന്റെ തുടക്കം. ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് ഈ കലാപകാരികൾ നമ്പൂതിരിമാർക്കെതിരായിട്ടും സവർണന്മാർക്കുമെതിരായിട്ടും മാത്രമേ നീങ്ങിയിരുന്നുള്ളൂ എന്നും. എന്നാൽ കലാപം തുടങ്ങുന്നതിന് മുമ്പ് ആഗസ്റ്റ് മാസം 14-ാം തീയതി താനാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1921 ആഗസ്റ്റ് 14-ന് താനാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. കള്ള് ചെത്തുന്ന തീയന്മാരുടെ ഭൂരിപക്ഷ മേഖലയാണ്. തീയ സമുദായത്തിൽപ്പെട്ടവർ. അവിടേക്ക് 300-ഓളം മുസ്ലിങ്ങൾ വാളും മറ്റായുധങ്ങളുമായി കടന്നു എന്ന് പുരുഷന്മാരെ മുഴുവനും വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചു. സ്ത്രീകളെ അപമാനിച്ചു. അവരോട് പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക ഭരണം വരാൻ പോവുകയാണ്, ഇനി കള്ള് എത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആക്രമണം. സവർണ മേധാവികൾക്കെതിരായിട്ടല്ല, അവർണ വിഭാഗത്തിൽപ്പെട്ട തീയ വിഭാഗത്തിനെതിരായിട്ടാണ്. കലാപം ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുമ്പാണ് താനാളൂരിലെ തീയ സമുദായക്കാർക്ക് നേരെ ഈ ആക്രമണം നടന്നത്. എന്താ പറഞ്ഞത്? മലബാർ ഇസ്ലാമിക ഭരണം വരാൻ പോവാണ്, സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്, ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്, ഇവിടെ സ്വദേശീയ ഭരണം വരികയാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം വിജയിക്കാൻ പോവുകയാണ് എന്നല്ല, ഇവിടെ ഇസ്ലാമിക ഭരണം വരാൻ പോവുകയാണ്, എനിക്ക് കള്ളിയെത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാക്രമിച്ചത്. പോലീസ് വന്നവിടെ. പോലീസ് വന്നപ്പോൾ പോലീസിന് നേരെ മൃഗീയമായ ആക്രമണം ഉണ്ടായി. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു, ചില മാപ്പിളമാർക്ക് പരിക്കേറ്റു, 100 ഹിന്ദുക്കൾക്കും ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇത് കലാപം തുടങ്ങുന്നതിന് മുമ്പ് നടന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. എന്താ ഉയർത്തിയ മുദ്രാവാക്യം? ഇസ്ലാമിക ഭരണം. അതുകൊണ്ട് കള്ളിയത്ത് പാടില്ല, കള്ളു പാടില്ല, ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് ഭരണം വന്നിട്ടില്ല. അതുകൊണ്ട് താലിബാൻ എന്ന് പറയുന്നത് ആ താലിബാനിസ്റ്റുകൾ ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ, അത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് മാപ്പിള ലഹള ആരംഭിക്കുന്നത്. ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഭീകരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. എന്തായിരുന്നു ഈ ലഹള നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ചാർജ്? 3 ആ 3 ഒന്നാമത്തേത് തിരുവനങ്ങാടി പള്ളിക്കടുത്തുള്ള മക്കളയിൽ പോലീസ് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് കൂട്ടം കൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റം. രണ്ടാമത്തേത് നിലമ്പൂർ കോവിലകത്ത് 6-ാം തമ്പുരാനെ പൂക്കോട്ടൂരിൽ വെച്ച് ആക്രമിച്ച് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തുകയായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ചാർജ് താനാളൂരിൽ വെച്ച് തീയ സമുദായക്കാരായ ആളുകളെ വീടുകയറി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചായിരുന്നു മൂന്നാമത്തെ കാര്യം. ഈ 3 കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് വന്നത്, പട്ടാളവും വന്നത്. തിരുരങ്ങാടി പള്ളിയിൽ അവർ രാവിലെ എത്തി. പട്ടാളം പള്ളിയിൽ കയറിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായ അന്നത്തെ DYSP ആയിരുന്നു ആമൂർ സാഹിബ്. ആ ആമൂർ സാഹിബും മുസ്ലിമാണ്. വേറെ 2 മുസ്ലിങ്ങളായ പോലീസുകാരുമാണ് പള്ളിയിൽ കയറിയത്. പട്ടാളം വരുന്നവരും മുൻകൂട്ടി അറിഞ്ഞ് ആലി മുസ്ലിയാരെ പോലുള്ള പ്രധാനപ്പെട്ട ആളുകൾ പള്ളിയിൽ നിന്ന് മാറി നിന്നിരുന്നു.
അവരുണ്ടെന്ന് പരിശോധന നടത്തി. പ്രതിപ്പട്ടികയിൽ പേരുള്ള 3 പേരെ അവർക്ക് അവിടുന്ന് കിട്ടി. അവരെയും വിളിച്ചുകൊണ്ട് അവർ താഴത്തേക്ക് ഇറങ്ങി. തിരൂരങ്ങാടി ഹജൂർ കച്ചേരിയിൽ ഇവരെ കൊണ്ടുപോയി ബന്ദോബസ്തിലാക്കി. ഇവര് തിരിച്ചു പോയിരുന്നത്. ഒരു സംഘർഷവും പള്ളിയിൽ ഉണ്ടായിട്ടില്ല. പട്ടാളം പള്ളിയിൽ കയറിയിട്ടില്ല. പട്ടാളം പള്ളിക്ക് വെടിവെച്ചിട്ടില്ല. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമേ പള്ളിയിൽ കയറിയിട്ടുള്ളൂ. ഇതെല്ലാം ചരിത്രരേഖകളാണ്. ഈ ചരിത്രം നിഷേധിക്കട്ടെ. പക്ഷെ എന്താ പ്രചരണം ഉണ്ടായത്? മമ്പറം പള്ളി ആക്രമിച്ചു എന്നാണ്. തിരുവനങ്ങാടി പള്ളിയിൽ നിന്നാണ് അറസ്റ്റ് നടന്നത്. മമ്പറം പള്ളി ആക്രമിച്ചു എന്നുള്ള ആ പ്രചരണം വളരെ വ്യാപകമായി നടത്തിയത് ബോധപൂർവമായി. അങ്ങനെ ഒരു പള്ളിയാക്രമണം ഉണ്ടായിട്ടില്ല. നുണയാണ്. പക്ഷെ ഇന്നത്തെ പോലെ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളോ മറ്റ് യാതൊരു തരത്തിലുള്ള ഏർപ്പാടുകളോ ഇല്ലാതിരുന്ന സമയത്ത് വളരെ ബോധപൂർവം. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മമ്പറം തങ്ങൾ എന്ന് പറഞ്ഞാലും മമ്പറ പള്ളി എന്ന് പറഞ്ഞാലും അതിനോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. അതിനു മുമ്പ് തന്നെ മമ്പറം തങ്ങൾ നേരത്തെ ഇതുപോലെ നടന്ന പല ലഹളകളിലും പിടിക്കപ്പെട്ട ചില ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും മമ്പറം തങ്ങളുടെ മാനസികമായ പ്രേരണ ഇത്തരം കലാപങ്ങൾക്ക് പിറകിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ നാട് കടത്തുകയോ 2 തരത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളാം എന്ന് എഴുതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഏതോട്ടെ അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നുണപ്രചരണമാണ് നടന്നത്. എല്ലാ കലാപങ്ങളുടെയും മുൻപിലും പിൻപിലും ഇവർക്ക് ഇത്തരം നുണപ്രചരണങ്ങൾ പതിവുണ്ട്. വ്യാപകമായ കള്ളപ്രചരണം നടത്തും. അത്തരമൊരു കള്ളപ്രചരണം അത് വല്ലാത്ത രീതിയിൽ മുറുകി നിൽക്കുകയായിരുന്ന അന്നത്തെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചു. ഈ വിവരം കേട്ടത് പാടി കേൾക്കാത്തത് പാടി ആയിരക്കണക്കിന് ആളുകളാണ് തിരുവനങ്ങാടി പള്ളി ലക്ഷ്യമാക്കി മമ്പറം പള്ളി ലക്ഷ്യമാക്കിയിട്ടൊക്കെ നീങ്ങുന്നത്. താനൂരിൽ നിന്ന് പൂക്കോട്ടൂരിൽ നിന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ആളുകൾ കിട്ടിയ ആയുധം എടുത്ത് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുന്നു എന്ന വിവരം അറിഞ്ഞിട്ടാണ് സമാധാനമായി ഈ അറസ്റ്റ് പൂർത്തിയാക്കിയതുകൊണ്ട് പട്ടാളത്തിന്റെ ക്യാപ്റ്റൻ മോട്ടോർ സൈക്കിളിൽ കോഴിക്കോടേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ആയുധവുമായി വരുന്നുണ്ട്. തിരിച്ച് വന്നിട്ട് അദ്ദേഹം തിരുവനങ്ങാടിയിൽ വിവരം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പട്ടാളക്കാർ ഇവരെ തടയാൻ വേണ്ടി പോകുന്നത്. അവിടെ വെച്ച് വലിയ ആക്രമണം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായി. മുസ്ലിങ്ങൾ 5-8 ആളുകൾ അവിടെ മരിച്ചു. ബ്രിട്ടീഷുകാർക്കും കാര്യമായ പരിക്കേറ്റു. പോലീസുകാർക്ക് പട്ടാളക്കാർക്കൊക്കെ പരിക്കേറ്റു. ഇതാണ് ഒന്നാമത്തെ സംഭവം. അപ്പൊ ഈ ഒന്നാമത്തെ സംഭവം ഉണ്ടായതിൽ തൊട്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരാണ്. ഈ രാജ്യത്തെ നശിപ്പിച്ചവരാണ്. അവരെ പുറത്താക്കാൻ വേണ്ടി ഈ നാട് ഒറ്റക്കെട്ടായി സമരരംഗത്ത് ഇറങ്ങിയതാണ്. പക്ഷേ ചരിത്രമാണ്, വസ്തുതയാണ്. പള്ളി അവർ ആക്രമിച്ചു എന്നത് നുണയാണ്. പള്ളി ആക്രമിച്ചിട്ടില്ല. അതൊരു കള്ളപ്രചരണമായിരുന്നു. അതാണ് ഈ കലാപത്തിന്റെ തുടക്കമിട്ടത്. അങ്ങനെയാണെങ്കിൽ കള്ളപ്രചരണം നടത്തിയവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ബ്രിട്ടീഷുകാർക്ക് മാത്രമാണോ പോലീസുകാർക്ക് മാത്രമാണോ ഉത്തരവാദിത്വം? പിന്നീട് 2-3 സ്ഥലത്ത് വെച്ച് നമുക്കറിയാവുന്നതുപോലെ തിരൂരിൽ വെച്ച് പ്രശ്നമുണ്ടായി. മാധവന്മാരെ പോലുള്ള ആളുകൾ അവിടെ ലഹളക്കാരെ തിരിച്ചയച്ചു. പക്ഷെ വീണ്ടും പ്രചരണം ഉണ്ടായി. അങ്ങനെയാണ് 21-ാം തീയതി, ആഗസ്റ്റ് മാസം 21-ാം തീയതി വ്യാപകമായ ആക്രമണം ഉണ്ടാവുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും കൊണ്ട് പോകുന്ന സമയത്ത് പരപ്പനങ്ങാടി വെച്ച് ട്രെയിൻ തടഞ്ഞ് തീ വെച്ച് പ്രതികളെ ഇറക്കിയിട്ട് പട്ടാളക്കാർ നടന്നു പോകുമ്പോ അത് ബ്ലോക്ക് ചെയ്ത് വ്യാപകമായി ആക്രമണം നടത്തി പാളങ്ങൾ തകർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അതൊക്കെ ചെയ്തതിനു ശേഷം പട്ടാളം തിരിച്ചുപിടി വെക്കുന്നതും 70-ലധികം ആളുകൾ അവിടെ മരിച്ചു വീണു. അതും ആക്രമണം അങ്ങോട്ടായി. പ്രത്യാക്രമണത്തിലാണ് ആളുകൾ മരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്?
ഇതിനൊക്കെ ഉത്തരവാദിത്വം ഇതിന് നേതൃത്വം കൊടുത്തവർക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? പാവപ്പെട്ട ആളുകൾ. അവര് തെറ്റിദ്ധരിക്കപ്പെട്ടു വന്നവരാണ്. ഈ മരിച്ച ആളുകളൊക്കെ അവർ പാവങ്ങളാണ്. അവരുടെ തലയിൽ കുത്തി നിറക്കപ്പെട്ട അന്ധമായ മതാവേശത്തിന്റെ പുറത്ത് അവരെ നേതാക്കന്മാർ വിളിക്കുമ്പോ പാഞ്ഞു വന്നതാണ്. എന്നിട്ട് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു വീഴുകയാണ്. പൂക്കോട്ടുകൾ എന്താണ് സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് പൂക്കോട്ടൂർ ലഹളയിലാണ്. 400-അധികം ആളുകൾ മരിച്ചു. പട്ടാളത്തെ ഒരു തോട് മറയാക്കിയിട്ട് തൊട്ട് തലേന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അടിച്ചു കിട്ടിയ ഒരു 10-20 തോക്ക് ആകെയാണ് കയ്യിലുള്ളത്. പിന്നെ കുറച്ച് നാടൻ തോക്ക് ഉണ്ടായിരിക്കും. പക്ഷെ പട്ടാളത്തിന്റെ കയ്യിൽ, പോലീസിന്റെ കയ്യിൽ 100 കണക്കിന് തോക്കുകളുണ്ട്. വളരെ അത്യന്താധുനികമായ തോക്കുകൾ. പട്ടാളത്തെ വെടിവെക്കുകയാണ്. വെടിവെച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം പിന്നീട് ചിതറി ഓടി എല്ലാവരും. തുരുതുര നിറയൊഴിച്ച് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ആഗസ്റ്റ് 20, 21, 22 3 ദിവസം. അതിനിടയിൽ ഹിന്ദുക്കൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. മുസ്ലിങ്ങളും അതുപോലെ തന്നെ പട്ടാളക്കാർക്കും തമ്മിലാണ് പ്രശ്നം. പട്ടാളക്കാർ തിരിഞ്ഞുപോയി, പിന്തിരിഞ്ഞുപോയി. അവർ കോഴിക്കോടേക്ക് പോയി. പോലീസുകാർ സ്റ്റേഷൻ വിട്ടുപോയി. പിന്നെയാണ് ലഹള ആരംഭിക്കുന്നത്. ആ ലഹള സമയത്ത്, അതായത് ആഗസ്റ്റ് 24-ാം തീയതി തൊട്ട് സെപ്റ്റംബർ അവസാനം വരെ നടന്ന ആദ്യഘട്ടത്തിൽ ലഹള നടക്കുന്ന സമയത്ത് ഒരൊറ്റ ബ്രിട്ടീഷുകാരനും ഈ ലഹള സ്ഥലത്തില്ല. ഒരു പട്ടാളക്കാരനുമില്ല. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് സമരമെങ്കിൽ, സ്വാതന്ത്ര്യ സമരമാണ് നടക്കുന്നതെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരന് പരിക്കേൽക്കണ്ടേ? ഒരാൾക്ക് വെടിയേൽക്കണ്ടേ? ഒരാൾക്ക് വെട്ടേൽക്കണ്ടേ? ഈ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊല്ലപ്പെടുന്ന സമയത്ത് ഒരൊറ്റ പട്ടാളവും സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് സ്വാതന്ത്ര്യ സമരമാണിത്? ആ കാലയളവിലാണ് 7000-ലധികം ഹിന്ദുക്കൾ മരിക്കുന്നത്. അതാണ് സ്വാതന്ത്ര്യ സമരം. സെപ്റ്റംബർ മാസം 24-ാം തീയതി നടന്ന ഈ തുവൂരിലെ സംഭവം ഉൾപ്പെടെയുള്ള ആ സംഭവങ്ങളെല്ലാം ഈ സമയത്താണ് നടക്കുന്നത്. എത്ര വീടുകൾ, എത്ര നാൽക്കാലികൾ, എത്ര മനുഷ്യർ. ശരിയാണ്, ആദ്യഘട്ടത്തിൽ നടന്ന 2-3 ദിവസങ്ങൾ നടന്ന ആ ലഹള ബ്രിട്ടീഷുകാർക്കെതിരാണെന്ന് സമ്മതിക്കാം. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? പിന്നീട് തിരുവരങ്ങാടി പള്ളിയിൽ വെച്ച് ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 22-ാം തീയതി രാജ്യം അവരുടെ അൽ ദൗള എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. പിന്നെ തീരുമാനമെടുക്കുകയാണ്. മാധവൻ നായരുടെ പുസ്തകത്തിലുമൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. ഇപ്പോ ചില പുസ്തകങ്ങൾ ഇപ്പൊ ഇറക്കുന്നുണ്ട്. ലഹളക്കാരെ വെള്ളം വീശാൻ വേണ്ടിയിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇനി ഒറ്റ ദീൻ മതി എന്ന് കുത്തുവ പ്രസംഗത്തിലെ ആഹ്വാനമാണ്. ഒരു മതം മതി. പൂക്കോട്ടൂരിലും പരിസരങ്ങളിലും ഇനി ഒരു മതം മതി. കാരണം ഇസ്ലാമിക ഭരണം വന്നിരിക്കുകയാണ്. ലവക്കുട്ടിയും അതുപോലെ തന്നെ കുഞ്ഞാലിയും 2 മന്ത്രിമാര് ഖലീഫമാരായിട്ട് വാര്യംകുന്നനെ, തൂര്, പാണ്ടിക്കാട്, നിലമ്പൂർ ആ മേഖലയുടെ ഖലീഫ വാര്യംകുന്നനാണ്. അവിടുത്തെ ഖലീഫയായിട്ട് വാര്യംകുന്നനെ പ്രഖ്യാപിച്ചു. ലഹളയിലെ ഒരു കുഞ്ഞിക്കാറാജി അദ്ദേഹത്തെ ഒരു മേഖലയുടെ ഖലീഫയെ പ്രഖ്യാപിച്ചു. അങ്ങനെ 5 ഖലീഫയെ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക ഭരണം ആരംഭിച്ചു. ഇനി ഒറ്റ മതം മതിയെന്ന് തീരുമാനിച്ചു. ദീനിൽ ചേരാൻ തയ്യാറല്ലാത്ത ആളുകളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് നടത്തിയ വംശഹത്യയാണ് പിന്നീട് നടന്നത്. അത് ഇസ്ലാമിക രാജ്യം വന്നതിന് ശേഷമുള്ള ചില ആളുകൾ ഇപ്പൊ പറയുന്നത് മലയാള രാജ്യമാണ് സ്ഥാപിച്ചത്. എന്ത് പച്ച നുണയാ പറയുന്നത്? എവിടെയെങ്കിലും അങ്ങനെ ഒരു പേരുണ്ടോ? എം സ്വരാജ് നിയമസഭയിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മലയാള രാജ്യം സ്ഥാപിച്ചത്. ഏതാ പ്രമാണം? ഏതാ രേഖ?
അപ്പൊ സ്വരാജ് പറഞ്ഞു അത് KT ജലീൽ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓ, KT ജലീലിനെ ഉദ്ധരിച്ചത്. അപ്പൊ KT ജലീൽ ഇതിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഈ മാപ്പിളകളിൽ. അപ്പൊ KT ജലീൽ എഴുതുന്ന എവിടുന്നാ ഇത് കിട്ടിയത്? KT ജലീലിന്റെ മലയാള രാജ്യം എന്ന രാജ്യം ഇവിടെ സ്ഥാപിച്ചു എന്ന പേര് എവിടുന്നാണ് കിട്ടിയത്? അവിടെയാണ് നുണ വരുന്നത്. ജിഹാദികളുടെ അടുക്കളയിൽ ബിരിയാണി ചെമ്പിൽ വേവുന്ന പച്ച നുണ. ആ പച്ച നുണ നിയമസഭ പോലുള്ള പരിപാലനമായ ഒരു വേദിയിൽ കെട്ടി എഴുന്നള്ളിച്ച് വിപ്ലവ സിംഹങ്ങൾ ജിഹാദികൾക്ക് അവരുടെ എല്ലാ പേരൊക്കെ നടത്താനുള്ള ലൈസൻസ് പിന്തുണ നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഇതിൽ പരം വേറെ തെളിവ് ആവശ്യമുണ്ടോ? മലയാള രാജ്യം പോലും അതിന്റെ ഗലീഫിയാണ് ഇവരൊക്കെ. വാര്യങ്ങനും ഇവരൊക്കെ മറ്റ് രാജ്യമാരെയൊക്കെ ഗലീഫിലാക്കി വെച്ചിട്ടാണ് പിന്നീട് ഇസ്ലാമിക ഭരണം നടത്തുന്നത്. ഒരു കാര്യം വ്യക്തമായി, എന്താണ് ഇസ്ലാമിക രാജ്യം എന്ന് മരിച്ചവർക്ക് അറിയില്ലെങ്കിലും അവശേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. ഞാനിത് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, എല്ലാ മുസ്ലിങ്ങളും ഇതിൽ പങ്കുചേർന്നിട്ടില്ല. നിരവധി മുസ്ലിം നേതാക്കന്മാർ, പ്രത്യേകിച്ചിട്ടും കൊണ്ടോട്ടി തങ്ങളെ പോലെയുള്ള ആധ്യാത്മിക ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അവര് ഈ സമരത്തിൽ പങ്കെടുക്കാത്തത് ഒന്നുകിൽ നിങ്ങൾ പറയണം അവര് ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരാണ്, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ്, മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ്, കൊണ്ടോട്ടി തങ്ങൾ ഒറ്റുകാരനാണ്, അതുപോലെ ഇതിൽ പങ്കെടുക്കാത്ത മുഴുവൻ ആളുകളും മക്തൂദ്ദീൻ തങ്ങളും ഒക്കെ ഒറ്റുകാരാണ് എന്ന് നിങ്ങൾ പറയണം. അങ്ങനെയാണോ? ഈ കൊലയ്ക്ക് കൂട്ടുന്നിട്ടില്ല, അതുകൊണ്ട് ഒറ്റുകാരാണോ? ഈ ബലാത്സംഗം കൊണ്ടുവന്നിട്ടില്ല, അതിൽ പങ്കുചേർന്നിട്ടില്ല, അതുകൊണ്ട് മോശക്കാരാണോ? ഈ ക്ഷേത്രങ്ങൾ തകർന്നതിന് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അവർ ശത്രുക്കളാണോ? അവർ മനുഷ്യരായതുകൊണ്ട്, അവർ മനുഷ്യത്വമുള്ളവരായതുകൊണ്ട് തങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ കഴിയുന്ന ഹിന്ദുക്കളെ ഇന്ന് രാവിലെ വരെ ഇന്നലെ വരെ ഒരുമിച്ച് പണിയെടുത്ത, വയലിൽ പണിയെടുത്ത, ഒരുമിച്ച് കഴിഞ്ഞ ഇരട്ടവറ്റ മക്കളെ പോലെ സാഹോദര്യത്തോടുകൂടി കഴിയുകയായിരുന്ന ഹിന്ദുക്കളെ കടന്ന് എന്ന് കഴുത്തറുത്ത് കൊല്ലാനുള്ള പ്രാകൃതത്വം ഇല്ലാത്തതുകൊണ്ട് ലഹളയിൽ നിന്നും അവർ മാറി നിന്നു എന്നതുകൊണ്ട് മാറി നിന്നു എന്നവരാണ് ഇപ്പൊ മോശക്കാരെന്ന് പറയുന്നത്. അവർ ഒറ്റുകാരാണ് പോലും. ലഹളയിൽ പങ്കെടുക്കാത്തവര്, കൊല്ലാത്തവര്, കയ്യിൽ ചോര വെക്കാത്തവര്, വാളെടുക്കാത്തവര്, അവര് മോശക്കാരാണെന്നാണ് പറയുന്നത്. അവരാണോ മോശക്കാർ? നിങ്ങൾ നയം വ്യക്തമാക്കണം. അതോ കൊലയാളികളോ മോശക്കാർ? അവരെയാണോ ആദരിക്കേണ്ടത്, അതോ ഈ കൊലയാളികളെയാണോ ആദരിക്കേണ്ടത്? നിങ്ങൾ കൊലയാളികളെയാണ് ആദരിക്കുന്നത്. നിങ്ങൾ കൊലയാളികൾക്കാണ് സ്ഥാനപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. മാപ്പിള ലാടക്കാർക്ക് ഒരു സ്മാരകം, ലഹള സ്മാരകം. അങ്ങനെയാണെങ്കിൽ മരിച്ചവന്റെ ഈ 10,000-ഓളം മരിച്ച ആളുകളുടെ പിന്മുറക്കാരായിട്ട് ഇപ്പൊ അവശേഷിക്കുന്ന ആളുകളുണ്ടാവല്ലോ, അവരും തോന്നുമല്ലോ എന്റെ അമ്മൂമ്മയുടെ, എന്റെ അപ്പൂപ്പന്റെ, അവരുടെ മരണത്തിന്റെ സ്മാരകമായിട്ടാണ് ആ കെട്ടിടം ഉയർന്നു വന്നതെന്ന് അവരും തോന്നുമല്ലോ. ഇത് കൊലയാളിക്ക് മാത്രമായിട്ട് സ്മാരകം ഉയർത്തുമ്പോ അതിന്റെ അവശേഷിക്കുന്ന ആളുകൾ, അവരുടെ ആ ലഹളയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പിന്മുറക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആളുകൾ, അവരുടെ പിന്മുറക്കാരായ ആളുകൾ. അവർക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ടാണോ? അവർക്ക് സംഘടിത ശക്തി ഇല്ലാത്തതുകൊണ്ടാണോ? വോട്ട് ബാങ്ക് ഇല്ലെങ്കിലും സംഘടിത ശക്തി ഇല്ലെങ്കിലും ചരിത്രത്തെ തിരുത്താനുണ്ടോ? 1968 ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിന്റെയും മറ്റും മുസ്ലിം എംപിമാർ മലബാർ കലാപത്തെ സമരമായതുകൊണ്ട് സ്വാതന്ത്ര്യ സമരമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമാശങ്കർ ദീക്ഷിത് പറഞ്ഞത് മലബാറിൽ നടന്നത് വർഗീയ കലാപമാണ് എന്ന് തെളിവുകളുള്ളതുകൊണ്ട് സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം ഗാന്ധിജിയെ ഉദ്ധരിച്ചു, അദ്ദേഹം ടാഗോറിനെ ഉദ്ധരിച്ചു, അദ്ദേഹം അംബേദ്കറെ ഉദ്ധരിച്ചു.
അവരെല്ലാവരും പറഞ്ഞത് ഗാന്ധിജി അതിനു മുമ്പ് ലഹള ആരംഭിക്കുന്നതിന് മുമ്പ് ആഗസ്റ്റ് മാസം 20-ാം തീയതി കോഴിക്കോട് വെച്ച് ഖിലാഫത്ത് സമ്മേളനത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഉൾപ്പെടെ. ഇപ്പൊ മാർക്സിസ്റ്റുകാർ പറയുന്നത് ഗാന്ധിജി ഇന്നലെ ഓരോരുത്തരുടെയും ഒരു ചർച്ചയിൽ പറയുന്നത് ഗാന്ധിജി പ്രകോപനപരമായി പറഞ്ഞുകൊണ്ടാണ് ഈ ലഹള ഇങ്ങനെ ഉണ്ടായത്. ഗാന്ധിജിയാണ് ഈ ലഹളക്ക് കാരണക്കാരെന്ന് ഇന്നലെ ഓരോരുത്തർ പറഞ്ഞത്. ഒരു കാര്യത്തിൽ അല്പം വാസ്തവമുണ്ട്. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു എന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിങ്ങൾക്കെതിരായിട്ട് നിയമവിരുദ്ധമായി പെരുമാറിയാൽ നിങ്ങളുടെ മതത്തിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്കും പെരുമാറാം എന്ന് ഗാന്ധിജി പറഞ്ഞു എന്നാണ് പറയുന്നത്. ആവട്ടെ, അങ്ങനെയാണെങ്കിൽ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മതത്തിൽ ഇങ്ങനെ തൊട്ടടുത്തുള്ള ആളെ ബലാത്സംഗം ചെയ്യണം, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം, കണ്ടിൽ കൊത്തിത്തള്ളിയിടണം, ആളുകളെ നിലവെട്ടണം എന്നൊക്കെ ഏത് മതത്തിലാണ് പറയുന്നത്? ഏത് മതത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇതെല്ലാം മതമാണെങ്കിൽ മതത്തെയാണ് ഇവർ അപമാനിക്കുന്നത്. ഇതെല്ലാം മതമാണെങ്കിൽ, മതത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ മതത്തെയാണ്, നിങ്ങളുടെ മതത്തെയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെയാണ് അപമാനിക്കുന്നത്. കാരണം ഒരു മതവും ഇത്തരം പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യില്ല, എഴുതി വെക്കുകയില്ല. പക്ഷെ മത നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത്, ഇവിടെ മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഹിന്ദുക്കൾക്കെതിരായിട്ട് നടത്തിയ നീതമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്റെ മനസ്സ് മുറുകിപ്പോകുന്നു. എങ്ങനെയും ഹരിജനും ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി പറയോ? ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാവ്, അവരിവിടെയെല്ലാം സഞ്ചരിച്ചിരുന്നു. അവരെഴുതി വെച്ചത് ഈ പാവങ്ങളെ കുറിച്ചെല്ലാം അവരെഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത കിരാത നടപടിയാണ് ഇവിടെ നടന്നതെന്ന്. ആനി ബസന്റ് പക്ഷപാതിയാണോ, ഫാസിസ്റ്റാണോ, ഹിന്ദുവർഗീയവാദിയാണോ? ഇനി അംബേദ്കർ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളെ കിടക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അതറിയാം എന്താണ് അംബേദ്കർ പറഞ്ഞതെന്ന്. അംബേദ്കർ മതപരിവർത്തനം നടത്തിയതിനെ കുറിച്ച്, ഗർഭിണിയെ, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ വയറ് കുത്തിപ്പൊളിച്ചിട്ട് ഗർഭസ്ഥ ശിശുവിനെ അടക്കം കൊന്നതിനെ കുറിച്ച് അംബേദ്കർ എഴുതി വെച്ചു. ഹിന്ദുവിനെതിരെ നടന്ന ഹത്യാകാണ്ഡത്തിലെ ഏറ്റവും ബീഭത്സമായ, ജുഗുപ്സാവഹമായ, ഏറ്റവും കിരാതമായ നടപടിയെ കുറിച്ച് അംബേദ്കർ എഴുതി. അംബേദ്കർ എന്ന് പറഞ്ഞാണോ? എസ്കാപ്പറ്റക്കാട് അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠം നേടിയ ഗ്രന്ഥമാണല്ലോ. അതിൽ ജഗള എന്ന് പറഞ്ഞ അധ്യായം, ആ അധ്യായത്തിൽ ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ നടന്ന പീഡനത്തെ കുറിച്ച് വളരെ വിശദമായി ജഗള എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആ പുസ്തകം എഴുതിയിട്ട് അതിന് ജ്ഞാനപീഠം കിട്ടുന്നവർ ആരും എതിർത്തില്ലല്ലോ. തകഴി ശിവശങ്കരപിള്ള മറ്റൊരു ജ്ഞാനപീഠ വിജേതാവ്, അദ്ദേഹത്തിന്റെ നോവലിൽ പറയുന്ന കാര്യങ്ങളുണ്ട് വളരെ വിശദമായിട്ട്. ജ്ഞാനപീഠം കിട്ടിയിട്ട് അദ്ദേഹം മരിക്കുന്നവരാരും പറഞ്ഞില്ലല്ലോ. നൂറുകണക്കിന് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെ കൊലപ്പെടുത്തിയ ആ ലഹളയെ കുറിച്ച് അന്വേഷിച്ച് അതിനെക്കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞ് കുമാരനാശാനെ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അയച്ചു. അദ്ദേഹം ഇവിടെ സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ പറഞ്ഞ വരികൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. ക്രൂരമോന്മത ചിന്തിക ഹൈന്ദവ ചോര കൊണ്ട് എഴുതിയ ആ ഗാഥ, അതിലെ ഓരോ വരികൾ, അവയിൽ കണ്ട മതമെന്നോരുന്നുവല്ലോ, ഇമ്മൂർക്കർക്ക് ഈശ്വര ചിന്തയില്ലേ, അമ്മ അന്യന്മാരില്ലേ എന്ന് ചോദിക്കുന്നതിനപ്പുറം മഹാകവി കുമാരനാശനെ പോലുള്ളവർ, എടാ നിനക്ക് അമ്മയില്ലേ, നിനക്ക് പെങ്ങളില്ലേ, നിങ്ങൾ എന്തും മതമാണ്, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ടോ എന്നതിനപ്പുറം കുമാരനാശൻ എന്ത് ചോദിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കഴുത്തിൽ പിടിച്ചിട്ട് പിച്ചാത്തിയെടുത്ത് കുത്തുവന്നോ? അതിനപ്പുറം ഒരു മഹാകവിക്ക് എന്താ ചോദിക്കാൻ സാധിക്കുക? അദ്ദേഹം ഈ ലഹളയുടെ വിവിധമായ ചിത്രം, രേഖാചിത്രം
അക്ഷരങ്ങളിലൂടെ ആവാഹിച്ച് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് ഇവിടെ വലിയൊരു സ്മാരം കെട്ടിപ്പൊക്കാം എന്നാണോ ഇവിടുത്തെ അമ്മന്മാർ വിചാരിച്ചിരിക്കുന്നത്? അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന തമ്പുരാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ ഈ കൊലയാളികൾക്ക് ഒരു സ്മാരകം പണിയാം എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചരിത്രത്തെ ഇതുപോലെ വളച്ചൊടിക്കാനാണ് ഭാവമെങ്കിൽ ഇരകളുടെ മുഖത്ത് വീണ്ടും കാർക്കിച്ചു തുപ്പാനാണ് തീരുമാനമെങ്കിൽ ഹിന്ദു സമുദായത്തിന്റെ ആത്മാഭിമാനത്തിനും അവരുടെ മതബോധത്തിനും മേലെ ജിഹാദികൾ വാളുകൊണ്ട് വരഞ്ഞു കീറിയതിന്റെ മേലെ വീണ്ടും നിങ്ങൾ മുളക് കൊണ്ട് തേച്ച് വീണ്ടും പ്രകോപനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് നമ്മുടെ ഈ നാടിന്റെ സാമുദായിക സഹോദര്യത്തിന്, സാമുദായിക സൗഭ്രാത്രത്തിന്, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മതസൗഹാർദ്ദത്തിന് ഗുണകരമാകുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു തീരുമാനം, തെറ്റായൊരു തീരുമാനം എടുക്കുന്നത് തെറ്റല്ല. തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുന്നതാണ് ശരി. അത്തരമൊരു തിരുത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഉമാശങ്കർ ദീക്ഷിത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറഞ്ഞത് പിന്നെങ്ങനെയാ സ്വാതന്ത്ര്യ സമരമായത്? പിന്നെങ്ങനെയാ ഈ ഡയറക്ടറിയിൽ പേര് വന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഡയറക്ടറിയിൽ അവരുടെ പേര് വന്നതെങ്ങനെയാ? ഫോട്ടോ വന്നെങ്ങനെയാ? മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ എണ്ണം പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. 1921 നടന്ന ലഹള, 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1971 വരെ എന്തുകൊണ്ടാണ് കാത്തിരുന്നത്? 5 കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യ സമരമല്ലാതിരുന്നത്. 5 കൊല്ലം കൊണ്ട് കുട്ടിക്കാരണം പറഞ്ഞിട്ടെങ്ങനെയാ സ്വാതന്ത്ര്യ സമരമായത്? എന്നിട്ട് കൊലയാളിക്ക് പെൻഷൻ. PVK നെടുങ്ങാടി എഴുതിയ ഒരു പുസ്തകമുണ്ട്. കേരളത്തിലെ പത്രപ്രവർത്തകക്കാരനവരായിരുന്നല്ലോ PVK നെടുങ്ങാടി. അദ്ദേഹം ഈ ലഹള നടന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഊടുവഴികളിലും ഇടവഴികളിലും കലാപകാരികളുടെ അടുത്തും കലാപം നേരിട്ടവരുടെ അടുത്തും സംഭവങ്ങൾ നടത്തിയെടുത്തുമെല്ലാം സഞ്ചരിച്ച് അനുഭവസ്ഥന്മാരെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലും കണ്ടറിവിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് ആ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പച്ചയായ അനുഭവങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ രക്തം തണുത്തുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ അവർ പറയാണ്. അത് ഒരേ അനുഭവത്തെ പറയുന്നത് ഒരറുമുക്കുട്ടി പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന് 101 വയസ്സായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്റെ വീട്ടിന്റെ അങ്ങട്ടേലുള്ള അടുത്ത വീട്ടിലുള്ള കോരനെ മാപ്പിളമാർ പിറകിൽ ഓടിയപ്പോ അവൻ ഓടി എന്റെ വീട്ടിൽ വന്നു. ഞാൻ അവന്റെ 10 ഒളിപ്പിച്ചു വെച്ചു. ഒരു മുസ്ലിം ഗൃഹസ്ഥൻ ഒരു ഹിന്ദുവിനെ അയാളെ കലാപകാരിൽ രക്ഷിക്കാൻ 10 ഒളിപ്പിച്ചു വെച്ചു. അദ്ദേഹം നെടുങ്ങാടിയോട് പറയാണ്, ഞാനന്ന് ആ ഹിന്ദുവിനെ 10 ഒളിപ്പിച്ചു വെക്കുന്നതിന് പകരം ആ കോരന്റെ തലവെട്ടിയിരുന്നെങ്കിൽ എനിക്കിന്ന് പെൻഷൻ കിട്ടുമായിരുന്നു. കൊലയാളികൾക്കാണ് പെൻഷൻ കൊടുത്തത്. കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണമായിരുന്നു. ഇതുപോലെ രക്ഷിച്ചവർക്ക് പെൻഷൻ കൊടുക്കണമായിരുന്നു. അവർക്ക് പട്ടും മുളകും കൊടുക്കണം. അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കണം. കാരണം സാമുദായിക സൗഹാർദ്ദത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും സഹോദരന്റെ ചോരയുടെ വില മനസ്സിലാക്കുകയും ചെയ്ത അത്തരം മുസൽമാന്മാരുണ്ട്. അവരെ അല്ലാതിരിക്കുന്നത് ജിഹാദിസം തലക്ക് പിടിച്ചവരെയാണ്. ബ്രിട്ടീഷ് രേഖകളിലും മതരേഖകളിലും അന്ന് അളകി പുറപ്പെട്ട ആളുകളുടെ ആ മതഭ്രാന്തിന്റെ പേര് പറയുന്നത് ഹാലിളക്കം എന്നാണ്. ഹാലിളക്കം. ഏതെങ്കിലും മക്ബറയിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക,
ഒരു 5-6 ആൾ ഒരുമിച്ച് വാഹനമായിട്ട് ഓടുക, സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിയെ വെട്ടുക, ശ്രീയോട് കയറിയിരിക്കുക, ബിംബം അശുദ്ധിയാക്കുക, പുറത്തിറങ്ങുക, കണ്ട ഹിന്ദുക്കളെല്ലാം വെട്ടിക്കൊള്ളുക. എന്തൊരു പ്രാകൃതമായ ഏർപ്പാടാണ് ഇത്! സ്വാതന്ത്ര്യ സമരമാണ്, ഇത് സ്വാതന്ത്ര്യ സമരമാണ്. ഇതിനെയൊക്കെ വെള്ളം പൂശുന്ന ആളുകൾ ഒന്നുമില്ലെങ്കിലും EMS തമ്പൂതിരിപ്പാന്റെ കുടുംബം 6 മാസത്തേക്കാണെങ്കിലും നാട് വിടേണ്ടി വന്നിട്ടുണ്ടോ? ലഹള കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞപ്പോഴാണ് EMS അതിനെ കുറിച്ച് എഴുതുന്നത്. ആഹ്വാനവും താക്കീറും എന്നാണ് EMSന്റെ ലേഖനത്തിന്റെ തലക്കെട്ട്. താക്കീർ എന്ന ആഹ്വാനം ഇതുപോലുള്ള സമരങ്ങൾ തുടരുമെന്ന് സമ്മതിച്ചു. ഇതുപോലെല്ലാം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം അല്ലെങ്കിൽ ജന്മിമാർക്കെതിരായിട്ടുള്ള സമരം തുടരണം. EMS പറഞ്ഞ സമ്മതിച്ചു. താക്കീർ അത് വഴിതെറ്റി ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയതിന് നിരപരാധികളെ കൊന്നതിനെതിരായിട്ടാണ്, ഈ അത്യാചാരങ്ങൾക്കും വംശഹത്യക്കും എതിരായിട്ടുള്ള താക്കീതാണ്. EMS കാണിച്ച ബുദ്ധിപരമായ സത്യസന്ധതയുടെ 1000-ൽ അംശം ഇപ്പോൾ CPM-ന്റെ വക്താക്കളായി വരുന്ന ആളുകൾ കാണിക്കുന്നുണ്ടോ? അവര് ഹിന്ദുക്കളെ വിഭാഗത്തിന്റെ പേരേ പറയുന്നില്ല, അങ്ങനെ ഒരു പേരേ പറയുന്നില്ല. തിരിച്ചായിരുന്നു സംഭവമെങ്കിൽ എന്താണ് ഈ നാട്ടിലുണ്ടാകുമായിരുന്ന പ്രചരണം? അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വിനയപൂർവ്വം ഉണർത്തിക്കാനുള്ള ഒരു കാര്യം, ഇത് തീക്കൊള്ളിലുള്ള തലചുറയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറണം. വേദനിക്കുന്ന ഒരു സമൂഹത്തോട്, കലാപത്തിന്റെ കയ്പിനീര് കടിച്ചിറക്കിയ ഒരു സമൂഹത്തോട്, അതിന്റെ എല്ലാ തരത്തിലുള്ള കണ്ണീരും കുടിച്ച ഒരു സമൂഹത്തോട്, അസംഘടിതമായി പോയി എന്നതിന്റെ പേരിൽ മാത്രം, ന്യൂനപക്ഷമായി പോയി എന്നതിന്റെ പേരിൽ മാത്രം അവർക്കെതിരെ ഇത്തരം മത്സരത്തം നടത്തിയാൽ, ഇത്തരം വെല്ലുവിളി നടത്തിയാൽ, ഇരകളുടെ ഓർമ്മകൾക്ക് നേരെ ഇത്തരം ഒരു ബലാത്കാരം നടത്തിയാൽ അത് നമ്മുടെ നാടിനെ ഗുണം ചെയ്യില്ല എന്ന കാര്യം ബന്ധപ്പെട്ടവർ ഓർമ്മിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം ഉണ്ടാവുന്നത് 1989 കെൻ ബെർക്കറുടെ പുസ്തകം. 89 എന്താണെന്ന് പെരുമാറുന്നത്? ലഹളയിൽ മരിച്ചവർക്ക് പുറമെ മരിച്ചവരുടെ അനന്തരജാതന്മാരും ഇത് കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും കൂടി എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഓർമ്മകൾ മുഴുവനും മറമാടി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു മാർക്സിസ്റ്റ് ചരിത്രകാരൻ ആദ്യമായിട്ട് ഇത് കാർഷിക ലഹളയാണ് എന്നെഴുതിയത്. എത്ര കർഷകന്മാർ ലഹളയിൽ പങ്കെടുത്തിട്ടുണ്ട്? ഭാര്യയും കൊണ്ടെന്ന് എന്ത് കൃഷിയായിരുന്നു? ആര് മുസ്ലിയാർക്ക് എന്ത് കൃഷിയായിരുന്നു? ലഹളയിൽ പങ്കെടുത്ത ലവക്കുട്ടിക്ക് എന്ത് കൃഷിയായിരുന്നു? കുഞ്ഞാലിക്ക് എന്ത് കൃഷിയായിരുന്നു? ഇതിന്റെ നേതാക്കന്മാരായ ആളുകൾക്കെല്ലാം എന്ത് കൃഷിയാണ് അവർ നടത്തിയത്? അവരുടെ പോത്തുവണ്ടി കച്ചവടമായിരുന്നു ഭാര്യയുള്ളി. അതൊരു കൃഷിയാണോ എന്ന്, അതാണോ കൃഷിയെന്ന്, ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെയും കൃഷിയുണ്ടോ എന്ന് നമ്മൾക്കേതായാലും അറിയില്ല. മരിച്ച ഒരാളെ കുറിച്ച് അതെങ്ങനെ മരിച്ചാലാണെങ്കിലും അത്തരം ഒരാളെ കുറിച്ച് സംസാരിക്കാൻ തീരെ ഇഷ്ടമില്ല. ഹിന്ദുവിന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. പക്ഷെ ആരാ ഇതെല്ലാം വാരി പുറത്തിട്ടത്? ആരാ മലയാളികൾ പെൻഷൻ കൊടുത്തത്? ആരാ അതിന്റെ പിന്മുറക്കായി ആദരിക്കുന്നത്? ആരാണ് മലയാളികൾക്ക് സ്മാരകം പണിയുന്നത്? വിസ്മൃതിയുടെ എത്രയോ ഇതുപോലെ ഹിന്ദുവിടെ അനുഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളിയിട്ടുമുണ്ട്. അങ്ങനെ വിസ്തൃതിയിലേക്ക് തള്ളിക്കളഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരകളെ വേദനിപ്പിക്കുന്നത്, അവരെ പ്രകോപിപ്പിക്കുന്നത്, ഈ നിലയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും ഗർഹണീയമാണ്, അപമാനകരമാണ്. അത് ശരിയല്ല. അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. അതുകൊണ്ട്
അതൊരു മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. മതരാജ്യമാണ് സ്ഥാപിച്ചത്. അത് കർഷകരായിരുന്നു. തെറ്റായ ചരിത്രമാണ്. കർഷകരായിരുന്നില്ല, സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല എന്ന് അതിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം പഠിക്കാൻ, ചരിത്രം വായിക്കാൻ തയ്യാറാകണം. മുസ്ലിം സമൂഹത്തിൽ ഉത്ബുദ്ധമായ ഒരു നിര വളർന്നു വരുന്നുണ്ട്. മതപരമായ ഇത്തരം യാഥാസ്ഥികതയുടെ പിടിമുറുക്കത്തിൽ നിന്നും കുതിറി മാറിയുള്ള ധീരമായ ഒരു നേതൃത്വം മുസ്ലിം സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും അവര് മതത്തിന്റെ പേരിൽ, മതേതരത്വത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളെ തിരുത്തിക്കാൻ മുന്നിട്ടിറങ്ങണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തില് ആരാണ് കൂടുതൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക എന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയം എന്നതുകൊണ്ട്, അതിനനുസരിച്ചാണ് അധികാര കസേര കിട്ടുക എന്നതുകൊണ്ട് അതിന് മത്സരമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. അന്ന് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ഇറാഖുകാർ നമ്മുടെ രാജ്യമായിട്ട് വല്ല ബന്ധമുള്ളതാണോ? ഇറാഖിലെ ഗവൺമെന്റ് അവിടുത്തെ മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളെ അവിടുത്തെ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. പക്ഷേ ലോകത്ത് ഒരു സ്ഥലത്താണ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയതിനെതിരായിട്ട് ഹർത്താൽ ഉണ്ടായത്. അത് കേരളത്തിലാണ്. അന്നിവിടെ ഭരിക്കുന്നത് LDF ആണ്. രാവിലെ 10 മണിക്കാണ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നത്. 10:30ക്കാണ് AKG സെന്ററിൽ നിന്ന് ആഹ്വാനം വരുന്നത് ഹർത്താൽ ആചരിക്കണമെന്ന്. ഓഫീസിൽ പോകേണ്ടവർ ഓഫീസിൽ പോയി, സ്കൂളിൽ പോകേണ്ടവർ സ്കൂളിൽ പോയി, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങാടിയിലും ടൗണിലും ഓഫീസിലും സ്കൂളിലും നിൽക്കുന്ന സമയത്താണ് ഭരിക്കുന്ന പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തം കാണിക്കേണ്ട പാർട്ടി CPM ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. എന്താ ഉദ്ദേശം? എന്തുകൊണ്ടാണ് ഇത്? ആരെങ്കിലും ഒരു 24 മണിക്കൂറിനെങ്കിലും നോട്ടീസ് കൊടുക്കാണ്ട് ഇവിടെ ഹർത്താൽ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അവിടെ തൂക്കിലെത്തിയ അതേ നിമിഷം ഇവിടെ ഓൺ കൂടിയിട്ട് തീരുമാനിക്കണമെങ്കിൽ ഉദ്ദേശം എന്താണ്? കവർന്നു വീണാലും കാൽപ്പണം എന്നതുപോലെ ഏത് തീരുമാനമെടുത്താലും പച്ച വർഗീയ തീരുമാനമെടുത്തുകൊണ്ട് പച്ച വോട്ട് കിട്ടണം എന്ന ഉദ്ദേശമല്ലാതെ മറ്റെന്താണെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും യോജിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ 2-3 തവണ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതിലൊന്ന് മാറാട് 8 ആളുകൾ കൊലപ്പെട്ടു. പല ഭാഗത്തുനിന്ന് വന്ന അക്രമികൾ കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊന്നു. 8 ആളുകളെ മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തി. സവർണ മൂലാച്ചികളൊന്നുമല്ല കേട്ടോ, മുപ്പന്മാരാണ്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ്. ആ 8 പേരെ കൊലപ്പെടുത്തി. 8 പേർക്ക് വേണ്ടിയിട്ടല്ല, അവിടുന്ന് കുടിയൊഴിഞ്ഞ ചില ആളുകൾ തിരിച്ചു അവിടെ പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭ ഏകണ്ഠേന പ്രമേയം നടത്തി. തീർന്നില്ല. ഞാൻ നിന്റെ പുറംചൊറിയാൻ, നീ എന്റെ പുറംചൊറി എന്ന പരിപാടി അവിടെ നിന്നില്ല. പിന്നീട് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത് കേരള നിയമസഭയ്ക്ക് ഒരു അധികാരമില്ലാത്ത ഒരു കേസിൽ, അങ്ങനെയുള്ളതിനാണെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയ നിയമം പാസാക്കിയിട്ട് അതിനെതിരായിട്ട് നിയമം പാസാക്കിയ കക്ഷികളല്ലേ ഇവര്. കോടതി വിധിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന മദനിയെ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു ഐക്യകണ്ഠേന പ്രമേയം ഉണ്ടായത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ ആരാ വിട്ടയക്കേണ്ടത്? നിയമസഭ പ്രമേയം പാസാക്കിയാൽ വിടുന്നാണെങ്കിൽ BJPക്ക് ഇപ്പൊ എത്ര നിയമസഭയിൽ എത്ര പ്രമേയം പാസാക്കിയിട്ട് ആരൊക്കെ നീണ്ടു പിടിക്കാം? എന്തൊരു പൊട്ടത്തരാണ്. അങ്ങനെയാണ് ഐക്യകണ്ഠേന പ്രമേയം വരുന്നത്. എന്നിട്ട് ഇവർ ഇടക്കിടക്ക് പറയും ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു പിരിക്കും. ഇത്തരം വിഡിത്തങ്ങളും ഇത്തരം പീഡനങ്ങളും നടത്തുന്ന സ്ഥലമാണ് കേരളം എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ എല്ലായിടത്തും ഒരു ബോർഡ് പൊങ്ങി വരുന്നുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ
പട്ടികയിൽ നിന്ന് നീക്കിയവരുടെ പേരുകൾ എന്ന് പറഞ്ഞാണ് ബോർഡുകൾ പൊക്കുന്നത്. ഇന്നലെ മാർക്സിസ്റ്റുകാരോ ഡിവൈഎഫ്ഐ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഇതുപോലെ എന്തോ സമരമൊക്കെ നടത്തിയെന്നറിഞ്ഞു. സമരം നടത്താനും ബോർഡുകൾ പൊക്കാനൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മൾ താലിബാനെന്നുള്ളല്ലോ, ചൈനയുമല്ല. ഇവിടെ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ബോർഡുകൾ മാറിയും പോകും. നിങ്ങൾ നാട് മുഴുവനും കൊലയാളികളുടെ പേര് കൊത്തിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല, കൊലയാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ തള്ളിവിടുന്നത്. അതൊന്നും ഗുണം ചെയ്യുമെന്ന് കരുതണ്ട. ഭരിക്കുന്നവരൊക്കെ കുറേയും ഉത്തരവാദിത്ത ബോധം കാണിക്കുന്നതാണ് നല്ലത്. ഏതായാലും 100 വർഷത്തെ അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. ആ പഠിക്കേണ്ട പാഠം നമ്മളെല്ലാവരും ഈ നാടിന്റെ മക്കളാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മളെല്ലാവരും ഈ നാടിന്റെ മക്കളാണ് എന്നുള്ള സത്യമാണ്, അമരമായ സത്യമാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം. ശാന്തമായ മുസ്ലിങ്ങൾ ആലോചിക്കേണ്ടത് തങ്ങളുടെ അയൽ വീട്ടുകാരെ, തങ്ങളുടെ നാട്ടുകാരെ ഇങ്ങനെ കൊരുതി കൊടുത്തത് ആർക്കു വേണ്ടിയായിരുന്നു? അത് തുർക്കിയിലെ ഏതോ ഒരു സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നില്ല. ശരിയാണ്, മുസ്ലിങ്ങൾ ആവോളത്തിലാണ് ചിന്തിക്കുക എന്നത് ശരി. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ ഈ നാട്ടുകാരാണ്, നമ്മളോട് ഒരുമിച്ച് കഴിയുന്നവരാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നവർ, ഒരുമിച്ച് കഴിയുന്നവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സമീപനങ്ങൾ ആരെടുത്താലും ആരാഹ്വാനം ചെയ്താലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള സംയമനവും വിവേകവും എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് 1921 നൽകുന്ന പാഠം. ഭരണകൂടങ്ങൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ബ്രിട്ടീഷുകാർ തെറ്റായ സമീപനമാണ് നാട്ടുകാർക്കെതിരായിട്ട് എടുത്തത്, അഥവാ മുസ്ലിങ്ങൾക്കെതിരായി എടുത്തത്. അതുകൊണ്ടാണ് അവർ പ്രകോപിതരായത് എന്നാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം തെറ്റായ ഒരു സമീപനം എടുത്ത് ഹിന്ദുക്കളെ പ്രകോപിതരാക്കുന്നത് ശരിയാണോ? അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തത് തെറ്റ്, അതേ തെറ്റ് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾ ആവർത്തിക്കേണ്ടതുണ്ടോ, തെറ്റാവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതും ഗൗരവകരമായി ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ തൊട്ട് ഈ നാടിന്റെ ചരിത്രം കണ്ടനുഭവിച്ച, നേർക്കണ്ണിൽ നേർ സാക്ഷ്യമായി കണ്ട ആളുകൾ വരെ പറഞ്ഞ മലബാറിലെ കൂട്ടക്കുരുതി, ഹിന്ദു വംശഹത്യ, അതിനെ വെള്ളപൂശാനുള്ള നീക്കത്തിൽ നിന്ന് കേവല വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിന്റെ പുറകിൽ ആ ഹത്യാകാണ്ഡത്തെ, ആ വംശഹത്യയെ വെള്ളപൂശാനുള്ള നീക്കത്തിൽ നിന്ന് ഹിന്ദു വിഭാഗത്തെ തലയാറത്ത് കൊന്ന, ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ട ആളുകളുടെ വീട് തകർത്ത ആദരാളികളായ ആളുകളെ, ക്ഷേത്രങ്ങൾ ധ്വംസിച്ച ആളുകൾ, അവരെല്ലാം വീരന്മാരും ധീരന്മാരുമായി പറ്റും മുളയും നൽകി വീരോചിതമായി ആദരിക്കാനുള്ള നീക്കത്തിൽ നിന്നും ആ നീക്കം പാവപ്പെട്ട ഹിന്ദുവിന്റെ നികുതിപ്പണം കൂടി ഉപയോഗിച്ചാണ് എന്നത് ക്രൂരമാണ്. തീർന്നില്ല. ആ നീക്കം കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കളായ ആളുകളുടെ പിന്മുറക്കാരുടെ നികുതിപ്പണം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് രമ്യഹർമ്മ്യങ്ങൾ കെട്ടിയുയർത്തുന്നത് എന്നത് അതിപൈശാചികമാണ്. അതുകൊണ്ട് ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി വിനയപൂർവ്വം ഇവിടുത്തെ ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടിൽ നിലവിലുള്ള ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം അതുവഴി ഭരണകൂടങ്ങൾ പാലിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ അറിയിക്കുകയാണ്. നമസ്കാരം. ഇത്
സംഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രതിഷേധത്തിന്റെ തീക്കാറ്റിന്റെ പ്രാരംഭമാണ്, പ്രാദുർഭാവമാണ് ഇവിടെ നടക്കുന്ന ഈ സഹസ്രം. ഇവിടെ നിന്ന് ബലിദാനികളായ ആളുകളുടെ പിന്മുറക്കാർ ഉൾപ്പെടെയുള്ള ഈ സേന സമരത്തിൽ നിന്നും ആവാഹിച്ചെടുക്കുന്ന പ്രതിഷേധ ചൂട് ഭാർഗവ കേരളത്തിൽ മുഴുവനും എത്തുമെന്നും ആ ചൂട് ഭരണകൂടങ്ങളുടെ അഹന്ത നിശ്ചയമായും അവരുടെ മതവെറിയന്മാരെ പ്രേരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നിശ്ചയമായും ഇല്ലാതാകുമെന്നും ഉറപ്പുണ്ടെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. നമസ്കാരം.